നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. ഇത് സംഭവം ഇന്നലെ രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിള്ളേരെയൊക്കെ സേഫ്റ്റിക്ക് ബന്ധുക്കളുടെ വീട്ടിൽ ആക്കിയിട്ട് നമ്മളെ വീട്ടിൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ. പിന്നെ ഇന്ന് രാവിലെ മുതൽ കടലടിക്കണമെന്ന് അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് ഇവിടെ വാതിലിന്റെ ഇവിടെ നിന്നു. ഒരു 7:30 മണിയായപ്പോഴാണ് കടലടിച്ച് ഈ ജനലിന്റെ താഴെയുള്ള ടൈലോടെ ഇങ്ങനെ അടിച്ച് വെളിയിൽ വന്നു. 5 തങ്ക തീരദേശ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. അതേസമയം നിയന്ത്രണം ലംഘിച്ച സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി. ലൈഫ് ഗാർഡ്മാർക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കാനാകുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലിൽ ഇറങ്ങുന്നതിന് കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാർ, എബിൻ ജോസ്, ഒപ്പം AV ജയശങ്കർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്കാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവസ്ഥ എന്താണ് അഖിൽ ഷാ? പ്രവിധ നിലവിൽ കടൽ ശാന്തമാണ്. പക്ഷേ നമുക്കറിയുന്നത് പോലെ ഇന്ന് രാത്രി 11:30 വരെ ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പുകൾ, വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഈ കടലാക്രമണം കാരണം പല വീടുകൾക്കും ഭാഗികമായി തകർച്ചയുണ്ടായിട്ടുണ്ട്. ഒപ്പം വലിയ രീതിയിൽ ഒരു വീടിന്റെ പിൻഭാഗം മുഴുവൻ ഇടിഞ്ഞു തകർന്ന രീതിയിലൊക്കെ പല വീടുകളുമുണ്ട്. അതോടൊപ്പം മിക്കവാറുമുള്ള ആ പ്രദേശങ്ങളിൽ, പൂത്തുറ ഭാഗത്തുള്ള പ്രദേശങ്ങളിലുള്ള വീടുകളിൽ മുഴുവനും വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എല്ലാവരെയും അവിടെ നിന്ന് മാറി താമസിക്കണം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി 11 വരെ ഇത്തരത്തിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലയിൽ നിന്ന് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമാകാനുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും കൂടെ തെക്കൻ തീരമേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവിധ. അഖിൽ ഷാ അൻസാറാണ് കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് നൽകിയത്. ഇനി എബിൻ ജോസിലേക്ക് പോകുന്നു. നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നത് വലിയ പ്രശ്നമാവുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി എബിൻ ജോസ് ചേരുന്നുണ്ട്. എബിൻ, ഈ സഞ്ചാരികൾക്ക് പലപ്പോഴും നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും അത് അനുസരിക്കുന്നില്ല എന്നുള്ള പരാതിയാണല്ലോ ലൈഫ് ഗാർഡ്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ഫോർട്ട് കൊച്ചിയിൽ സംഭവിച്ചത്? പ്രത്യേകിച്ച് ഈ സ്കൂൾ വേനലവധിക്കാലം കൂടി ആയതുകൊണ്ട് കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ? ഇതിനനുസരിച്ചുള്ള നിയന്ത്രണം അവിടെ ഏർപ്പെടുത്താനാകുന്നുണ്ടോ? പ്രവിധ, ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയുടെ അതുപോലെ തന്നെ സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് എറണാകുളം ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ നിയന്ത്രണം ലംഘിച്ച് ഇന്ന് എത്തിയ വിനോദസഞ്ചാരികൾ ഈ ഫോർട്ട് കൊച്ചി തീരത്തേക്ക് ഇറങ്ങുകയായിരുന്നു. കടലിൽ കുളിക്കാനായി ഇറങ്ങി എന്നുള്ളതാണ് ലൈഫ് ഗാർഡുമാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഫോർട്ട് കൊച്ചിയിൽ 2 ലൈഫ് ഗാർഡുമാരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ പറഞ്ഞെങ്കിൽ പോലും വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ഈ ആളുകൾ ഇറങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശപ്രകാരം ഇവർ മടങ്ങിപ്പോവുകയായിരുന്നു. ഏതായാലും ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് നിരവധി സഞ്ചാരികൾ എത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ കടൽ പ്രക്ഷുബ്ധമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ അടുത്ത ദിവസവും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രവിധ. ശരി, കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടലിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലൈഫ് ഗാർഡുമാരുടെ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി താപനില മുന്നറിയിപ്പാണ്. AV ജയശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജയശങ്കർ, എന്തായാലും സംസ്ഥാനത്ത് ചൂടിന് അല്പം ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. എന്ന് വേനൽമഴ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം?
അതായത് സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം 37 ഡിഗ്രി സെൽഷ്യസ് താപനില തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അടുത്ത ആഴ്ചയോടുകൂടി വേനൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്ന പഠനങ്ങളിലെല്ലാം തന്നെ ഈ മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന തരത്തിലുള്ള നിഗമനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇതിനൊപ്പം തന്നെ താപനിലയിലും വലിയ മാറ്റമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ പല ജില്ലകളിലും കഴിഞ്ഞ ആഴ്ചകളിൽ വേനൽച്ചൂട് വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടായെങ്കിൽ പോലും മഴ ലഭിക്കുന്നതുവരെ ഈ ചൂടിൻ്റെ തോത് ഇനിയും ഉയരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പും ജാഗ്രതയുമെല്ലാം തുടരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ വിലയിരുത്തൽ. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി വേനൽ മഴ ലഭിക്കുന്നതോടെ ചൂട് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നു. ഒപ്പം ജൂണോടുകൂടി ലഭിക്കുന്ന മൺസൂൺ അതിശക്തമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തലിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി ജയശങ്കർ, എന്തായാലും ചൂടിന് അല്പം ഒരു ശമനമുണ്ട്. ചൂട് കൂടുതൽ കുറയ്ക്കാനായി വേനൽ മഴ ഉടൻ തന്നെ എത്തും. ബുധനാഴ്ചയാണ് വേനൽ മഴ പെയ്യുക എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതേസമയം ചൂട് കൂടുന്നതോടെ KSEBയുടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവില്ല. വൈകുന്നേരത്തെ ആവശ്യകത ഇന്നലെ വീണ്ടും ഉയർന്നു. ഇതോടെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് KSEB. പുന്നപ്ര തീരമേഖലയിൽ വൈദ്യുതി മുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾ KSEB ഓഫീസ് ഉപരോധിച്ചു. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രമാണുള്ളത്. എന്നാൽ പ്രസരണ വിതരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന പീക്ക് സമയ വൈദ്യുതി ആവശ്യകതയിൽ മാറ്റമില്ല. വൈദ്യുതി ആവശ്യകത മുൻ ദിവസത്തേക്കാൾ ഉയരുകയും ചെയ്തു. ഇന്നലത്തെ പീക്ക് സമയ ആവശ്യകത 5754 മെഗാവാട്ടാണ്. 112.525 ദശലക്ഷം യൂണിറ്റായിരുന്നു ഇന്നലത്തെ ഉപയോഗം. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കാത്തതിനാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEBയുടെ നിലപാട്. ആവശ്യകതയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% വർധന. 3 മുതൽ 5% വരെ വർധനയെന്ന ബോർഡിന്റെ കണക്ക് മറികടന്നുള്ള ഉപയോഗമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 5024 ശരാശരി ഡിമാൻഡ്. ഇത്തവണ ഡിമാൻഡ് 5854 മെഗാവാട്ടായി ഉയർന്നു. തീരമേഖലയായ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അപ്രഖ്യാപിതമായി വൈദ്യുതി മുടങ്ങിയതോടെ അർദ്ധരാത്രിയിൽ മത്സ്യത്തൊഴിലാളികൾ പുന്നപ്ര KSEB ഓഫീസ് ഉപരോധിച്ചു. 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഇവർ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. 24 തിരുവനന്തപുരം. ദേശീയതലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പൂർത്തിയായി. രാജ്യത്ത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് 1.44 ലക്ഷം പേർ പരീക്ഷ എഴുതി. എക്സാം ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ വന്ന് ചിലത് വന്നില്ല. അത്ര കോൺഫിഡന്റ് ഇല്ല, കുഴപ്പമില്ലായിരുന്നു. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇല്ല, കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, എളുപ്പമുണ്ടായിരുന്നു. ഒന്നായിരുന്നു. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, മത്സര പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം നമ്മൾ കേട്ടു. എന്താണ് പൊതുവിലെ സാഹചര്യം? വിവരങ്ങൾ. പ്രവിത, ഈ കഴിഞ്ഞ തവണയൊക്കെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ, അതായത് ഈ സിലബസിൽ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് മാത്രമല്ല, ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ അതൊക്കെ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇത്തവണത്തെ നീറ്റ് പരീക്ഷ പൂർത്തിയാകുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പരാതികൾക്ക് ഇടയില്ലാത്ത വിധം ഈ നീറ്റ് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെല്ലാം അതിന് സന്തോഷത്തിലാണ്, അവർ ഭയങ്കരമായ ആത്മവിശ്വാസത്തിലാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് ഈ സിലബസിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആശങ്ക രാവിലെ അവർ നമ്മളോട് വിദ്യാർത്ഥികൾ, ഈ പരീക്ഷാർത്ഥികൾ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ വൈകിട്ട് ഈ പരീക്ഷ ഇറങ്ങി വന്ന വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ എന്ന് പറയാനായിട്ടില്ല. അത്തരത്തിലുള്ളത് ഈസിയായി പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന തരത്തിലാണ് നമ്മളോട് പറയുന്നത്. ഏതായാലും പരാതികളില്ലാതെ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംസ്ഥാനത്ത് മാത്രം ഏകദേശം 1.25 ലക്ഷം പരീക്ഷാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ, അതായത് ഈ അഡ്മിറ്റ് കാർഡിൽ നൽകിയിരിക്കുന്ന സമയം തന്നെ എല്ലാവരും
എത്തി, പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തി പരീക്ഷ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭൂരിഭാഗം കുട്ടികളും, അതായത് രജിസ്റ്റർ ചെയ്ത ഭൂരിഭാഗം കുട്ടികളും പരീക്ഷയ്ക്ക് എത്തി, പരീക്ഷ എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടുത്ത വേനലിനും ഇതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ വലിയ ക്രമക്കേടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ AI സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയതെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. ഒപ്പം തന്നെ ശക്തമായ പരിശോധനയും ഉണ്ടായിരുന്നു. എന്തായാലും നീറ്റ് പ്രവേശന പരീക്ഷ പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്. തിരുവനന്തപുരം നരുവാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംഭവം ഇത് ഉച്ച സമയത്ത് സംഭവിച്ചതാണ്. നമ്മളറിഞ്ഞില്ല, നമ്മളെ പള്ളി പോയിരുന്നു. അപ്പോൾ സംഭവം ഇതിൽ വാതിൽ ഇന്നലൊക്കെ ഉണ്ടാക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലമാര, ഫർണിച്ചർ എല്ലാ ഐറ്റവും ഉണ്ട്. ഏതാണ്ട് 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഇത് എങ്ങനെ തീ പിടിച്ചെന്നെന്തെങ്കിലും ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. എങ്ങനെ ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണോ തീപിടുത്തം കാണുന്നത്? അല്ല, ആളുകൾ വിളിച്ചാണ് വന്നത്. പള്ളിയിൽ പോയിരുന്ന സമയമായിരുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തീപിടുത്തമല്ല. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിധ, ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം നരുവാമൂട്ടിലുള്ളത്. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് നരുവാമൂട്ടിലുള്ള ഒരു ഫർണിച്ചർ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. വീടിനോട് ചേർന്നുള്ള ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ രാത്രിയോട് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ തീ നിയന്ത്രണ വിധേയമാക്കുക വളരെ പ്രയാസമായിരിക്കും. ഫയർഫോഴ്സ് യൂണിറ്റിനടക്കം പെട്ടെന്ന് വന്ന് എത്താൻ കഴിയാത്തൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഇത്രത്തോളം ഒരു താമസം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു തെങ്ങ് നിലം പതിക്കുന്നതാണ്. ഈ തീപിടുത്തമുണ്ടായ ഈ പ്രദേശത്ത് നിരവധി തെങ്ങുകളും വലിയ മരങ്ങളുമുണ്ട്. നേരത്തെയും ഒരു തെങ്ങ് ഈ കനത്ത തീപിടുത്തത്തെ തുടർന്ന് നിലം പതിച്ചു. തൊട്ട് സമീപത്ത് ചേർന്ന് നിരവധി വീടുകളുണ്ട്. അത്തരത്തിലൊരു അപകട സാഹചര്യം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വലിയ മരങ്ങൾക്കും ഒപ്പം തെങ്ങുകൾക്കും അടക്കം തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ പിടിച്ച മരങ്ങളും തെങ്ങുകളും താഴേക്ക് നിലം പതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവരെ ഒക്കെ തന്നെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഈ വെള്ളം തീർന്നതിനെ തുടർന്ന് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തെ ചില ജലാശയങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നത്. ഈ തീപിടുത്തമുണ്ടായി ഇതിന് തീ ആളിപ്പടരുന്ന 4 ഭാഗത്തേക്കും തീ പടരാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സും വെള്ളവും ആവശ്യമാണ്. ഈ തീപിടുത്തമുണ്ടായ പുരയിടത്തിന്റെ പുറകുവശത്തേക്ക് വലിയ ഫയർ എഞ്ചിനുകൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുറകുവശത്തേക്കുള്ള ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം, ആ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഒരു പ്രതിസന്ധിയാണ് നിലവിൽ ഫയർഫോഴ്സ് അടക്കം ഇപ്പോൾ നേരിടുന്ന ഒരു കാര്യം. അടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം തീ ആളിപ്പടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകളും വെള്ളവും എത്തിയെങ്കിൽ മാത്രമേ ഈ അപകട ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒരു വീടിനോട് ചേർന്ന് വീടിന്റെ പുറകുവശത്തായിരുന്നു ഈ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. വലിയ നിരവധി തടികളടക്കം ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നു. ഫർണിച്ചർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഗോഡൌൺ കൂടിയായിരുന്നു. ഈ സമയത്ത് ഇവിടെ തൊഴിലാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഗോഡൌൺ ഉടമയും കുടുംബവും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നാട്ടുകാരാണ് ഈ തീപിടുത്തമുണ്ടായ വിവരം ഇവരെ അറിയിക്കുന്നത്. 4:10 കൂടി തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ളവരെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരത്താണ് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നരുവാമൂട്ടിലാണ് ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് MG പ്രതീഷ് നൽകുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 94 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രവർത്തിക്കുന്നത് കുടുംബത്തിനും വോട്ട് ബാങ്കുകൾക്കും വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, 3ാം ഘട്ട പരസ്യ
പ്രചാരണം അവസാനിച്ചു. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇനി വോട്ടിംഗിലേക്ക് കടക്കുകയാണ്. അപ്പോഴും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസിനെതിരായി വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? പ്രവിധ, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അതിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏതാണ്ട് 94 മണ്ഡലങ്ങളിലാണ് ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 1351 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മണ്ഡലമായ ഗാന്ധിനഗർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, സുപ്രിയ സുലെ, ഡിംപിൾ യാദവ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രമുഖരും ഈ മൂന്നാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. എന്തായാലും അതിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഇന്നും ഉന്നയിക്കുകയുണ്ടായി. ഇന്ന് യുപിയിലെ ഇറ്റാവയിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമെതിരായ വിമർശനമാണ് ഉന്നയിച്ചത്. അതായത് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസും സമാജ്വാദിയും പ്രവർത്തിക്കുന്നത്. അവരുടെ മാത്രം വോട്ട് ബാങ്കുകൾക്കായി പ്രവർത്തിക്കുന്നു. ചിലർ മെയിൻപുരി, കനൌജ്, ഇറ്റാവ എന്നിവ തങ്ങളുടെ പൈതൃകമായി കാണുമ്പോൾ മറ്റു ചിലർ അമേഠി, റായ്ബറേലി പൈതൃകമായി കാണുന്നു. എന്നാൽ തന്റെ പൈതൃകം പാവപ്പെട്ടവരുടെ വീടുകളാണെന്നുള്ള ഒരു പ്രതികരണമാണ് മോദി നടത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ചൂടേറുകയാണ്. എന്തായാലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ് നടക്കുന്നത്. ശരി, കോൺഗ്രസിനെതിരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ആരോപിക്കുന്നത്. വിവരങ്ങളാണ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചാരണ സാമഗ്രികളും മെയ് 10-നകം നീക്കം ചെയ്യും. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും പലപ്പോഴും ഈ റോഡുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നീക്കം ചെയ്യാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്. എത്ര ദിവസത്തിനകം ഇത് നീക്കം ചെയ്യാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ? അതായത് നിലവിൽ 10-ാം തീയതിക്കുള്ളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യാനാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഇത്തരമൊരു ദൗത്യത്തിന്റെ ഭാഗമാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഴുവൻ ആളുകളുടെ സഹകരണത്തോടുകൂടി 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഇത് നീക്കം ചെയ്യുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആഹ്വാനം. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും സമാനമായ രീതിയിലുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യങ്ങൾക്ക് മുമ്പോട്ട് വരണമെന്നും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരുന്നു. 10-ാം തീയതിക്കുള്ളിൽ ഇത്തരത്തിൽ ബോർഡുകൾ മാറ്റാത്ത പാർട്ടികളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചിലവ് ഈടാക്കിക്കൊണ്ട് ബോർഡുകൾ നീക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. എന്തായാലും സ്വാഭാവികമായും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വരും ദിവസങ്ങളിൽ സമാനമായ മാതൃകാപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ മികച്ചു തന്നെയെന്നാണ്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി HD ദേവണ്ണയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഉടൻ ഹാജരാക്കും. അരുൺ പൂപ്രഭ ബംഗളൂരുവിൽ നിന്ന് ചേർന്നു. അരുൺ, വിവരങ്ങൾ. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി HD ദേവണ്ണയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി. അരുൺ പൂപ്രഭ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. പ്രവിധ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ HD രേവണ്ണയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രിയും HD ദേവഗൌഡയുടെ മകനുമായിട്ടുള്ള HD രേവണ്ണയെ ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം അതായത് ചോദ്യം ചെയ്യലും വൈദ്യപരിശോധനയും എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. HD രേവണ്ണയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരമനുസരിച്ച് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. നേരത്തെ ഓപ്പൺ കോർട്ട് അല്ലാത്ത കോടതി അവധി ആയതിനാൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്ന വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് HD രേവണ്ണയുമായുള്ള വാഹന വ്യൂഹം ഈ മജിസ്ട്രേറ്റിന്റെ വസതി ഉള്ള വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കും. ഈ രേവണ്ണയുടെ അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്നാൽ
നിലവിലെ 2 കേസുകളും നോൺ ബെയിലബിൾ ആണ്, ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടേക്കാം, ഇല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചേക്കാം. ഈ 2 സാധ്യതകളാണ് എന്തായാലും ഉള്ളത്. അല്പസമയത്തിനകം എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ മാത്രമേ ലഭ്യമാകൂ. HD രേവണ്ണയെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.